ഈ തിരുവനന്തപുരത്തിലും കേരളയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ, ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നിയോഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതൊരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പുരോഗതി കൊണ്ടുവരാനും അവിടെ കാര്യം നടപ്പിക്കാനും അതൊരു നമ്മുടെ മിഷനായിട്ട് നമ്മളെല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 15 കൊല്ലം മുമ്പേ തിരുവനന്തപുരത്ത് ഒരു MP വന്നു. 15 കൊല്ലം അദ്ദേഹം അവിടെ കുത്തിയിരുന്നു. 15 കൊല്ലം മുമ്പേ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ഇന്ന് ഫസ്റ്റ് ടൈം വോട്ടറാണ്. 15 കൊല്ലം കഴിഞ്ഞിട്ട് 15 കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ ഇന്ന് 33 വയസ്സ് ആയ ഒരു അഡൾട്ടാണ്. അപ്പോൾ ഈ ഇന്ന് ഒരു ഫസ്റ്റ് ടൈം വോട്ടർ ആവുന്ന ആ കുട്ടി 15 കൊല്ലം മുമ്പ് ഒരു ഫസ്റ്റ് ടൈം വോട്ടറായ 33 വയസ്സായ ഒരു അഡൾട്ട് ഇന്നും അവർക്ക് എന്ത് കിട്ടി? ഈ 15 കൊല്ലത്തിൽ എന്തെങ്കിലും ഉണ്ടായോ? എന്തെങ്കിലും നടന്നോ? ഇല്ല. 15 കൊല്ലം ഒരു ജീവിതകാലമാണ്. ഈ 15 കൊല്ലത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോൾ മാറ്റത്തിൻ്റെ സമയമായിരിക്കുന്നു. നമുക്ക് ഇവിടെ മാറ്റം കൊണ്ടുവരാം. നമുക്ക് ഈ മത്സരത്തിൽ, ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് നമ്മുടെ നിയോഗമായിട്ട് കാണണം. ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ്, ഈ നമ്മളെല്ലാം ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ചെയ്യുന്നത്, അതിൽ എന്താണ് ഏറ്റവും ശരിക്കും പറയണേ ഏറ്റവും വലിയ ഇഷ്യൂ? നമ്മൾ എന്തിനാണ് നേതാക്കന്മാരെയും ഗവൺമെൻറ്റ്സിനെല്ലാം എലക്ട് ചെയ്യുന്നത്? ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനും, നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും, നമ്മുടെ ഇന്ത്യ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതിനാണ് ജനങ്ങൾ ഒരു മാൻഡേറ്റ്, ഒരു അവസരം കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കോൺഗ്രസിനൊരു അവസരം കിട്ടിയിട്ടുണ്ട്, എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട്. 65 കൊല്ലത്തിൽ എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട്. CPI CPM എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിജിക്ക് 2014 മുതൽ 2024 വരെ ജനങ്ങൾ ഒരു അവസരം കൊടുത്തു. നമ്മൾ ഈ 3 മുന്നണിയും, ഈ 3 പാർട്ടിയും, 3 നേതാക്കന്മാരുടെയും അവസരങ്ങൾ ഒന്ന് ആനലൈസ് ചെയ്താൽ, ഈ ഏറ്റവും റീസെന്റ് കോൺഗ്രസ് 2004 മുതൽ 2014 വരെ ജനങ്ങൾ ഇന്ത്യ ഭരിക്കാൻ ഒരു അവസരം കൊടുത്തു. ആ അവസരം എടുത്തിട്ട് എന്ത് ചെയ്തു കോൺഗ്രസ്? 2004 ഒരു നല്ലൊരു ഇക്കോണമി, 8% നടക്കുന്ന ഒരു ഇക്കോണമീനെ 10 കൊല്ലത്തിൽ 5.4 അഴിമതി, ഏറ്റവും ഫ്രജൈൽ ഇക്കോണമി ആക്കി വെച്ച ഒരു കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ അവസരം കൊണ്ട് അത് അവർ ചെയ്തു. CPI CPM എത്രയോ പ്രാവശ്യം ജനങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് കേരള ഭരിക്കാൻ. ഈ കഴിഞ്ഞ 8 കൊല്ലത്തിൽ 2016 മുതൽ ഇന്ന് വരെ അവർ ജനങ്ങളുടെ അവസരം കൊണ്ട് എന്ത് ചെയ്തു? ഇന്ന് സാലറീസും പെൻഷൻ കൊടുക്കാൻ കടം വാങ്ങാനൊരു സ്ഥിതി ആയിട്ടുണ്ട് കേരള നമ്മുടെ സർക്കാർ CPI CPM ഭരണത്തിൽ. ജനങ്ങൾ അവസരം കൊടുത്തു, അവർ ഇത് ചെയ്തു. നമ്മുടെ നരേന്ദ്രമോദിജിക്ക് 2014 ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഏറ്റവും 5 ഫ്രജൈൽ ഇക്കോണമി ആയ ഒരു ഇന്ത്യനെ നമ്പർ 5 ലാർജസ്റ്റ് ഇക്കോണമി ആക്കി. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആക്കിയത് നരേന്ദ്രമോദിജി. അപ്പോൾ ഈ ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ആരാണ് ശരിക്കും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, പണിയെടുക്കുന്നത്? ആരാണ് ഇന്ത്യയും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ? ആർക്കാണ് കഴിവ്? ആർക്കാണ് ഒരു ട്രാക്ക് റെക്കോർഡ്? അതിൽ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? എനിക്ക് തോന്നില്ല ആർക്കും ഡൗട്ടുണ്ട്. അത് കേരള നാടിൽ ഡൗട്ടില്ല, ഇന്ത്യയിൽ ഡൗട്ടില്ല, നമ്മുടെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, വയനാട് അവിടെ ആർക്കും ഡൗട്ടില്ല. അതാണ് നരേന്ദ്രമോദിജി.
നമ്മളെല്ലാവരെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യനെ വികസിത ഭാരതം ആക്കാൻ ഒരു കഴിവുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നമ്മുടെ LDFും UDFും ഇവിടെ അവരിങ്ങനെ പറയുന്നു ഞങ്ങൾ ഓപ്പോസിഷനാണ്, ഞങ്ങൾ റൂളിംഗ് പാർട്ടിയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാലോ, അവർ പാർട്ട്നേഴ്സാണ്, പങ്കാളിയാണ്. ഈ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞൊരു സാധനം, ആ ഇന്ത്യ അലയൻസിൽ ചായയും സമോസയും കഴിക്കുന്ന LDFും UDFും, ഡൽഹിയിൽ ഇരുന്ന് ചായയും സമോസയും കഴിക്കുന്ന ഇന്ത്യ അലയൻസിലെ LDFും UDFും, അവർ ഏത് സ്റ്റേറ്റിലും പോയാലും ആദ്യം കുറെ വാഗ്ദാനം കൊടുക്കും, ഒന്നും ചെയ്യില്ല. നമ്മൾ ഇവിടെയും കണ്ടതല്ലേ, 15 കൊല്ലം മുമ്പേ ബാർസലോന, ഇത് ഓന മറ്റേ ഓന എല്ലാം പറഞ്ഞ ഒരു MP ഇല്ല ഇവിടെ. ഒന്നും നടന്നോ? വാഗ്ദാനം കൊടുക്കും, ഒന്നും ചെയ്യില്ല. അതൊരു കോൺഗ്രസ് പാർട്ടി. CPI CPM ആണെങ്കിൽ ഒന്നും ചെയ്യില്ല, ഒന്നും പറയൂല, മറ്റൊരാരും ചെയ്യാൻ സമ്മതിക്കൂല. നമ്മുടെ BJP NDA ആണെങ്കിൽ ഏത് മാനിഫെസ്റ്റോ നോക്കിയാലും പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടി മാത്രമേ ഇന്ത്യയിലുള്ളൂ, അതാണ് BJP NDA അലയൻസ്. അപ്പോൾ ഈ ഇന്ത്യ അലയൻസ് പോകുന്നത് എല്ലാ സ്റ്റേറ്റിലും നോക്കിയാൽ ഏറ്റവും ഹയസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, ഏറ്റവും ഹൈ അഴിമതി, ഏറ്റവും ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്. അത് ഞാനല്ല പറയുന്നത്, സുപ്രീം കോടതി പറയുന്നു. ഇവിടെ CPI CPM സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങളുടെ മിസ്മാനേജ്മെൻറ്റിൻ്റെ കാരണം ഇക്കോണമി ഈ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അലയൻസ് എല്ലാ സ്ഥലത്ത് പോയാലും അവർ ഇങ്ങനെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്, അഴിമതി, ലോ ആൻഡ് ഓർഡർ, അതാണ് അവരുടെ ഒരു പെർഫോമൻസ്. ഇവിടെ നോക്കൂ, ഞാൻ മാർച്ച് 4-ാം തീയതി വൈകുന്നേരം ഇവിടെ എത്തി. എല്ലായിടത്തും പോയി തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ ജനങ്ങളെയും മീറ്റ് ചെയ്ത് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി. എത്രയോ കൊല്ലമായിട്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാത്തൊരു പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു, ചെറിയ വിഷമങ്ങൾ വലിയ വേദനയാവുന്നു. ആരും ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ താല്പര്യമില്ല, അവർക്കൊരു കഴിവുമില്ല. ഇന്ന് നോക്കൂ, തീരദേശത്തെ മേഖലയിൽ എന്തൊരു സ്ഥിതിയാണ്. കടലാക്രമണം, അവിടെ എത്രയോ കാലമായിട്ട് ആ പ്രോബ്ലംസ് ഒന്നും ആരും സോൾവ് ചെയ്യുന്നില്ല. കുട്ടികൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പ് സമരം ചെയ്യുന്നു. 3 കൊല്ലം മുമ്പേ അവർ എക്സാമിനേഷൻ കൊടുത്ത് പോലീസ് കോൺസ്റ്റബിളിന് അഡ്മിഷൻ എക്സാം കൊടുത്തു. ഇന്നും അവർക്ക് ആ പൊസിഷൻ കിട്ടുന്നില്ല. അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. എൻ്റെ അടുത്ത് ടൈമില്ല, അതുകൊണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല. ബട്ട് നമുക്ക് തിരുവനന്തപുരത്തിനെയും കേരളത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ ഒരു പണിയെടുക്കുന്ന സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ് ആവശ്യമുള്ളത്. ഇന്നലെ BJPൻ്റെ മാനിഫെസ്റ്റോയിൽ എത്രയോ അനൗൺസ്മെൻറ്റ്സ് നമ്മുടെ കേരള നാടിനും നമ്മുടെ തിരുവനന്തപുരത്തിനും ബെനിഫിറ്റ് ചെയ്യാൻ എത്രയോ സ്കീംസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം തീരദേശത്തെ കടലാക്രമണം, കോസ്റ്റൽ സീ ഇറോഷൻ്റെ ഇഷ്യൂ. 5-10 കൊല്ലമായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. അതൊരു ഫുട്ബോളാണ്. ഇവിടുത്തെ MP 3 പ്രാവശ്യം എഴുതുന്നു, എന്നിട്ട് ഉറങ്ങുന്നു. സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കാശില്ല. ജനങ്ങളുടെ വേദനയും ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് ആർക്കും അതിൻ്റെ പരിഹാരം എടുക്കാൻ ആർക്കൊരു കഴിവുമില്ല, ആർക്കും ഒരു താല്പര്യമില്ല. ഇന്നലെ BJPൻ്റെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും സ്പെസിഫിക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കും, അത് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും.
അതുമാതിരി തന്നെ ഇന്നലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളം, PM ആവാസ് യോജന വീട്, PM സ്വാനിധിൻ്റെ സ്കീം നമ്മുടെ മത്സ്യ വിൽപ്പനക്കാർക്കും ബാക്കി സ്ട്രീറ്റ് വെൻഡേഴ്സിനും അതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു, എൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ട് ആ സ്കീംസ് എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ നന്നായിട്ട് പ്രയാസം ചെയ്യും, നന്നായിട്ട് എഫർട്ട് ഇടും. എന്നിട്ട് ആരുടെ വേദനയും ആരുടെ പ്രശ്നം ഒരു പരിഹാരം ഇല്ലാണ്ട് ഞാൻ വിടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പ് ഞാൻ തരുന്നു ഇന്ന് ഈ വേദിയിൽ നിന്ന്. തിരുവനന്തപുരത്തിന് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രയോ പണി ചെയ്യാനുണ്ട്, എത്രയോ ഇവിടെ കഴിവുണ്ട്, ഒരു പൊട്ടൻഷ്യലും ഉണ്ട്. ടെക്നോളജി ലീഡറായ തിരുവനന്തപുരം 96, 97 ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ മൊബൈൽ സെല്ലുലർ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ അന്ന് തിരുവനന്തപുരം ആയിരുന്നു 1ാം നമ്പർ ടെക്നോളജിയിലും ടെക്നോ പാർക്കിൻ്റെ ഒരു പൈനറായ ഒരു നഗരം. ഇന്നെവിടെയാ? 12ാം നമ്പർ 16ാം നമ്പറിൽ ഒരു തിരുവനന്തപുരം. അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ നമ്മുടെ സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അത് ചെയ്യാം. ടൂറിസം, വെൽനെസ്, ഹെറിറ്റേജ്, കൾച്ചർ ടൂറിസം തിരുവനന്തപുരത്ത് കൊണ്ടുവരാം. നമ്മുടെ തീരദേശത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി 590 കിലോമീറ്റർ ഉള്ള ഒരു കോസ്റ്റ് ലൈൻ ഉള്ള ഒരു കേരള ഇന്ന് കമ്പയർ ചെയ്താൽ ആന്ധ്രാപ്രദേശോ കർണാടകയോ തമിഴ്നാട് കമ്പയർ ചെയ്താൽ ഒരു ഫ്രാക്ഷനും ഇല്ല നമ്മുടെ ഫിഷറീസ് ഇൻഡസ്ട്രിയിൽ അവരെ കമ്പാരിസണിൽ. അത് മാറ്റണം. അതുമാതിരി തന്നെ നമ്മുടെ കർഷകർക്ക് എത്രയോ പണി ചെയ്യാണ്ട് അത് ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി കഴിവുണ്ട്, നമുക്ക് താല്പര്യമുണ്ട്, ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഞാൻ എൻഡിങ്ങിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടീസിനും അറിയാം, ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി 3ാം തവണ പ്രൈം മിനിസ്റ്ററായി 400 ചില്ലറ സീറ്റ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും അറിയാം, അതിനൊരു സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ 400 ആണോ 410 ആണോ 420 ആണോ 425 ആണോ അതൊരു സംശയം ഉണ്ടാവും. വേറൊരു സംശയം ഉണ്ടാവും, കോൺഗ്രസിന് അത് 40 ആണോ 30 ആണോ 25 ആണോ അതൊരു വേറെ സംശയം, അത് വിടൂ. ബട്ട് അന്ന് ആ ജൂൺ 4-ാം തീയതി ഇന്ന് ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന 4 കാൻഡിഡേറ്റ് അവരെ ജയിപ്പിച്ച് നമ്മുടെ നരേന്ദ്രമോദിജീൻ്റെ പാർലമെന്റും ഗവൺമെന്റിൽ അയച്ചാൽ നമ്മുടെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, വയനാട്ടിൽ എത്രയോ മുമ്പോട്ട് പോകാനുള്ളൊരു അവസരമാണ് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മുമ്പിലുള്ളത്.